അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കാനുള്ള നേരമാണ്. നമുക്ക് വാർത്തകൾ നോക്കിയാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രിയും പോലീസ് മേധാവിയും ക്ലിഫ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ്. ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ട വിവാദം ചർച്ചയായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, ADGP H വെങ്കടേഷ് എന്നിവരും ആ യോഗത്തിൽ പങ്കെടുത്തു. അതേസമയം മുൻകൂർ അപേക്ഷ പ്രകാരം ADGP MR അജിത് കുമാർ 4 ദിവസത്തെ അവധിയിൽ പ്രവേശിച്ചു എന്ന വാർത്തയും അല്പസമയം മുൻപാണ് പുറത്തുവന്നത്. ഷഫീദ് റാവുത്തർ നൽകും തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ. ഷഫീദ്, സംസ്ഥാനത്തെ നിലവിലെ സാഹചര്യം, പ്രത്യേകിച്ചും ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദം, ഈ ഒരു പശ്ചാത്തലത്തിൽ നടക്കുന്ന ഈ കൂടിക്കാഴ്ചയ്ക്ക് അതീവ പ്രാധാന്യമുണ്ട്. DGPയും ഒപ്പം മുഖ്യമന്ത്രിയും നേരിട്ട് ചർച്ച നടത്തുന്നു, മറ്റുള്ളവരും പങ്കെടുത്തിട്ടുണ്ടല്ലോ. എന്തൊക്കെ വിഷയങ്ങൾ ചർച്ചയായി, ഒപ്പം തന്നെ എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? പ്രജ്ഞ, അസാധാരണ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് സാധാരണഗതിയിൽ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശനിയാഴ്ചകളിലൊക്കെ സംസ്ഥാന പോലീസ് മേധാവിയുമായി കൂടിക്കാഴ്ചയൊക്കെ നടത്താറ്. അതും പ്രത്യേകിച്ച് ഈ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലൊക്കെ വിളിച്ച് കൂടിക്കാഴ്ച നടത്തുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇന്ന് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പോലീസ് സംശയമുന്നിൽ നിന്നൊരു ദിവസമാണ്. അതിൽ ഏറ്റവും പ്രധാനം സംസ്ഥാന പോലീസ് തലപ്പത്തെ രണ്ടാമൻ ലോ ആൻഡ് ഓർഡർ ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി ചർച്ച നടത്തി എന്നുള്ള വിവരം ഇന്ന് സ്ഥിരീകരിച്ച് പുറത്തു വന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം തൃശ്ശൂരിൽ വെച്ച RSS നേതാവായിട്ടുള്ള ദത്താത്രേയ ഹൊസബലയുമായി കൂടിക്കാഴ്ച നടത്തിയ വിവരം അത് വിവാദമാകുന്നതിനിടെയാണ് തിരുവനന്തപുരം കോവളത്തെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച RSS നേതാവ് റാം മാധവുമായി MR അജിത് കുമാർ കൂടിക്കാഴ്ച നടന്നുവെന്ന വിവരം പുറത്തു വരുന്നത്. ഇതോടുകൂടി സർക്കാർ പൂർണ്ണമായും പ്രതിരോധത്തിലായി. പ്രത്യേകിച്ച് പ്രതിപക്ഷം അതൊരു വലിയ ആയുധമാക്കി, രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുകയും ചെയ്തു. അതായത് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നടന്ന ഇത്തരം കൂടിക്കാഴ്ചകളെ കുറിച്ച് മുഖ്യമന്ത്രി മൗനം പാലിച്ചു. പ്രത്യേകിച്ച് സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസും റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ നൽകിയിട്ട് മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും മൗനമാണ് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ ആക്ഷേപം. ഇതിനിടെയാണ് അല്പസമയം മുൻപ് ഏതാണ്ട് 7:30 മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് സംസ്ഥാന പോലീസ് മേധാവി എത്തുന്നത്. കാര്യമായ ചർച്ചകൾ നടന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ ഏറ്റവും പ്രധാനം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, അതേപോലെ തന്നെ ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേഷ് എന്നിവരും ഈ യോഗത്തിൽ പങ്കെടുത്തു. വിവാദ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം MR അജിത് കുമാർ 4 ദിവസത്തെ അവധിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. വ്യക്തിപരമായ ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് മുൻകൂർ അദ്ദേഹം നൽകിയ അവധി അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവധിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. പ്രവിത. യെസ്, ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഇങ്ങനെയൊരു കൂടിക്കാഴ്ചയ്ക്കും ഒക്കെ ഇടയാക്കിയ ആ സംഭവം എന്താണ്, അതിന്റെ അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങൾ നോക്കിയാൽ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളയുമായി തൃശൂരിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് സംബന്ധിച്ച് ADGP MR അജിത് കുമാർ സ്വകാര്യ സന്ദർശനത്തിനാണ് എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് ADGP വിശദീകരിച്ചു. RSSന്റെ മറ്റൊരു നേതാവ് റാം മാധവിനെയും ADGP കണ്ടു എന്ന വിവരവും പിന്നാലെ പുറത്തുവന്നു. ഇതോടെ പ്രതിപക്ഷം ഉയർത്തിയ ആരോപണത്തിൽ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിൽ ആയിരിക്കുകയാണ്. പോലീസിൽ സംഘപരിവാർ വൽക്കരണമെന്ന ഇടതനുഭാവികൾ വരെ വിമർശനം ഉയർത്തുന്നുണ്ട്. അതേ പോലീസിലെ ക്രമസമാധാന വിഭാഗം ADGP RSS നേതാക്കളുമായി നടത്തിയ നിരന്തര കൂടിക്കാഴ്ചയാണ് സർക്കാരിന് തലവേദനയാകുന്നത്. കഴിഞ്ഞ വർഷം മെയ് 22-ന് തൃശൂരിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് MR അജിത് കുമാർ ദത്താത്രേയ ഹൊസബളയെ കണ്ടത്. ഔദ്യോഗിക വാഹനം ഒഴിവാക്കി വിജ്ഞാനഭാരതി ഭാരവാഹിയുടെ സ്വകാര്യ വാഹനത്തിലായിരുന്നു ADGP ഹോട്ടലിലെത്തിയത്. ഇക്കാര്യം പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം അന്നേ അറിയിച്ചിരുന്നെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനങ്ങിയില്ല. സ്വകാര്യ സന്ദർശനമെന്ന അജിത് കുമാറിന്റെ വിശദീകരണത്തിൽ നടപടിയുമെടുത്തില്ല. കോവളത്തെ സ്വകാര്യ ഹോട്ടലിൽ കഴിഞ്ഞ വർഷമായിരുന്നു RSS നേതാവ് റാം മാധവുമായി കൂടിക്കാഴ്ച. RSSന്റെ ചിന്തൻ ശിബിരത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോഴായിരുന്നു കൂടിക്കാഴ്ചയെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ADGP CPIM-കാരൻ അല്ലെന്ന് പറഞ്ഞൊഴിയുകയാണ് നേതാക്കൾ. അയാൾ സ്ഥിരീകരിച്ചോ ഇല്ലെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ എനിക്കൊന്നും പറയാനാവില്ല. ADGP CPM നേതാവല്ലെന്നേ, എത്രയോ ഉദ്യോഗസ്ഥരുണ്ട്. അവരെല്ലാം ഒറ്റയ്ക്ക് ആരെ കാണാൻ പോകുന്നു എന്നുള്ളത് സാധാരണഗതിയിൽ വരുന്ന കാര്യമില്ല. ഇപ്പൊ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. ആരെങ്കിലും പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അക്കാര്യങ്ങളെല്ലാം ഈ അന്വേഷണത്തിൽ വരുന്നുണ്ട്. MR അജിത് കുമാർ കൂടിക്കാഴ്ച സമ്മതിച്ചെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ പ്രതിപക്ഷ നേതാവ് ആരോപണം വീണ്ടും കടുപ്പിച്ചു. തന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ RSS നേതാവിനെ കണ്ട് 1 മണിക്കൂർ ചർച്ച നടത്തിയെന്ന് അറിഞ്ഞിട്ട് മിണ്ടാട്ടമില്ലാത്ത മുഖ്യമന്ത്രിയാണോ? അപ്പൊ ഗോവിന്ദൻ സത്യത്തിൽ വീണ്ടും മുഖ്യമന്ത്രി അപമാനിക്കുക. അങ്ങനെ അറിഞ്ഞിട്ടും നടപടിയെടുക്കാൻ ധൈര്യമില്ലാത്ത ആളാണ് പിണറായി വിജയൻ എന്നാണ് ഗോവിന്ദൻ പറഞ്ഞതിന്റെ അർത്ഥം. ദത്താത്രേയ ഹൊസബളയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള കാരണമായി പറയുന്ന സൗഹൃദത്തിന്റെ ആനുകൂല്യം റാം മാധവിനെ കണ്ടതിൽ MR അജിത് കുമാറിന് ലഭിക്കില്ല.
ആദ്യം സംഭവിച്ചത് കണ്ടില്ലെന്ന് നടിച്ചാലും രണ്ടാമത്തെ കൂടിക്കാഴ്ചയ്ക്ക് ന്യായീകരണവുമില്ല. മുഖ്യമന്ത്രിയുടെ മൗനമുയർത്തി വിഷയം ഇതിനോടകം പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. എന്തായാലും അത് പ്രതിപക്ഷം മാത്രമല്ല, ഒരുപക്ഷെ LDFനും അത് തലവേദനയാവുന്നുണ്ട്. പല രീതികളിൽ ഉയർന്നു വന്ന ആരോപണങ്ങൾ. എനിക്ക് തോന്നുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് ഈ രീതിയിൽ LDFനകത്ത് തന്നെ അഭിപ്രായ ഭിന്നതകൾ തലപൊക്കിയത്. അതിൽ CPI ഒരു നിലപാട് പറയുന്നു, പിന്നീട് നിലപാട് തിരുത്തുന്നു, അത് CPMനോട് പറയുന്നു. അങ്ങനെ രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നു. പിന്നീട് ഉണ്ടായിരിക്കുന്ന എല്ലാ വിവാദങ്ങളിലും ഈ പറഞ്ഞ ഏറ്റവും ഒടുവിൽ ഈ വന്നിരിക്കുന്ന MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പോലും CPIയിൽ നിന്നും ഒക്കെ എതിർസ്വരങ്ങൾ ഉയരുന്നുണ്ട്. അങ്ങനെ LDFനെ അത് ആ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ADGP ദത്താത്രേയ കൂടിക്കാഴ്ചയ്ക്ക് രാഷ്ട്രീയ മാനമില്ലെന്ന് വരുത്താനുള്ള CPIM നിലപാടിൽ കടുത്ത അതൃപ്തിയുമായി CPI രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. MV ഗോവിന്ദനെ പരസ്യമായി തള്ളാൻ ബിനോയ് വിശ്വം വാർത്താ സമ്മേളനം വിളിച്ചത് അപൂർവതയായി. മുഖ്യമന്ത്രി മൗനം തുടരുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നുകൂടിയാണ് ഇതുവഴി CPI വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ LDFൽ അത് വലിയ പ്രതിസന്ധിയായിരിക്കും ഉണ്ടാവുക. അടുത്ത ദിവസങ്ങളിൽ എന്തൊക്കെ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു എന്നത് രാഷ്ട്രീയ കൗതുകമായി അവശേഷിക്കുകയും ചെയ്യുന്നു. RSSന്റെ ദേശീയ ഉപനേതാവുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്നൊരു ഔദ്യോഗിക സ്ഥിരീകരണമാണ്. ADGP MR അജിത് കുമാർ RSS ദേശീയ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയെ കണ്ടതിന് പാർട്ടിക്കെന്ത് കാര്യമെന്ന് പറഞ്ഞൊഴിയാൻ CPMന് കഴിയില്ലെന്ന് വ്യക്തമാക്കുന്നു മുന്നണിയിലെ രണ്ടാമത്തെ പ്രധാന കക്ഷിയായ CPI. കൂടിക്കാഴ്ച ഗൗരവതരമായ കാര്യമാണെന്ന് ബിനോയ് വിശ്വം പറഞ്ഞതോടെ CPMന് ഇനി രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കേണ്ടിവരും. LDFന്റെ ചെലവിലല്ല കൂടിക്കാഴ്ച നടന്നതെന്ന് ബിനോയ് വിശ്വം പറഞ്ഞതും ബോധപൂർവമാണ്. ഇതിൽ CPM ഒഴിച്ച് മുന്നണിയിലെ മറ്റൊരു കക്ഷിക്കും പങ്കില്ലെന്ന് പറയുന്നതായി CPI സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ. അത് ഗൗരവമുള്ള കാര്യമാണ്. എന്ത് വിജ്ഞാനമാണ് ADGPക്ക് ഇത്തരുണത്തിൽ RSSന്റെ വ്യക്തമായിട്ട് പങ്കിടാനുള്ളതെന്ന് നിങ്ങൾക്കറിയില്ല. LDFന് ഒന്നും പങ്കിടാനില്ല. ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. LDF ചെറിയ പോയിട്ടില്ല, പോകാൻ പാടില്ല. CPIയെ എതിർക്കാൻ BJP അധ്യക്ഷൻ K സുരേന്ദ്രൻ തന്നെ രംഗത്ത് വന്നത് അന്തർധാര സജീവമാണെന്ന ആരോപണത്തിന് കൂടുതൽ ബലം നൽകി. CPI എന്ന് പറഞ്ഞാൽ ഒരു കടലാസ് പുലിയാണ്. പ്രത്യേകിച്ചും ഈ ബിനോയ് വിശ്വം സെക്രട്ടറി ആയതിനു ശേഷം ഒരു നട്ടലില്ലാത്ത പാർട്ടിയാണ് CPI. CPIക്ക് ഒരു അഭിപ്രായവുമില്ല. അധികാരത്തിൽ പങ്കുവെക്കലിൽ അവരും നല്ല കളിയാണ് കളിക്കുന്നത്. CPI എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു നിലപാരവും ഇല്ലാത്ത പാർട്ടിയാണ്. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് CPIM. കേരള പാർട്ടിയെ RSSൽ കൊണ്ടുകെട്ടുമ്പോൾ കേന്ദ്ര നേതാക്കൾ കാഴ്ചക്കാരായി നിൽക്കുകയാണോ എന്ന KC വേണുഗോപാലിന്റെ ചോദ്യം CPIM കേന്ദ്ര നേതൃത്വത്തെയും സമ്മർദ്ദത്തിലാക്കുന്നതാണ്. പൊളിറ്റിക്കൽ ഡെസ്ക് 24. അപ്പോൾ എന്തായാലും അജിത് കുമാർ എന്തിനാണ് ഈ രീതിയിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് പോയത്, എന്തായിരുന്നു ആ സന്ദർശനത്തിന്റെ ഉദ്ദേശം എന്നൊരു ചോദ്യം എതിർപക്ഷത്ത് ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അതൊരു സ്വകാര്യ സന്ദർശനം എന്നാണ് ഒരു വിശദീകരണം നൽകുന്നത്. പക്ഷേ അപ്പോഴും ആ വിവാദത്തിൽ എന്താണ് പറയുക, ഒരു തണുപ്പൻ മട്ടിലുള്ള പ്രതിരോധമാണ് സർക്കാരും CPIയും തീർക്കുന്നതെന്ന് ശ്രദ്ധേയം. അതേസമയമാണ് PV അൻവർ ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ മറ്റൊരു കളിയുണ്ട്, അത് പ്രതിപക്ഷ നേതാവാണ് അതിൻ്റെ കുന്തമുന എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തി രംഗത്ത് വന്നത്. പുനർജനി കേസ് അട്ടിമറിക്കാൻ VD സതീശന് വേണ്ടിയാണ് ADGP MR അജിത് കുമാർ RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നാണ് PV അൻവറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. എന്നാൽ ED അന്വേഷണം നടക്കുന്നത് അൻവർ അറിഞ്ഞില്ലേ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് തിരിച്ചു ചോദിച്ചത്. PV അൻവർ തനിക്കെതിരെ നിയമസഭയിൽ ഉന്നയിച്ച ആരോപണവും അന്വേഷിക്കട്ടെ എന്നും VD സതീശൻ പ്രതികരിച്ചു. പുനർജനി കേസിൽ ED അന്വേഷണം വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് ആ കേസിൽ കുരുങ്ങും എന്ന് എനിക്കും നിങ്ങൾക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ അറിയാം. അപ്പം ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്, പ്രതിപക്ഷ നേതാവിന് RSSുമായി ബന്ധമുണ്ട്, അജിത് കുമാറുമായി ബന്ധമുണ്ട്. പുനർജനി കേസിൽ ED അന്വേഷണം നടത്തുന്നുണ്ട്. ഇനി അൻവർ എനിക്കെതിരായിട്ട് അസംബ്ലിയിൽ ഒരു ഭയങ്കര ആരോപണം ഉന്നയിച്ചു. 150 കോടി രൂപ ഞാൻ മറ്റേ മീൻവണ്ടിയിൽ കൊന്നു. അതിനെക്കുറിച്ച് വേണമെങ്കിൽ കൂടി ED അന്വേഷിച്ചോട്ടെ. അൻവർ ഒരു പരാതി EDക്ക് കൂടി കൊടുത്തു. അപ്പോൾ അതാണ് ആ വാർത്തയിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. അത് നമ്മൾ വിശദമായി ഇപ്പോൾ കേട്ടു. ഇനി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ കമന്റ്സിലേക്ക് ഒരു വാർത്ത കൂടി അല്പസം മുൻപ് വന്നതാണ്. നടൻ വിനായകനെതിരെ കേസെടുത്തിരിക്കുന്ന ഒരു വാർത്ത. അത് ഹൈദരാബാദ് വിമാനത്താവള പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. അതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം മദ്യപിച്ച് ബഹളം വെച്ചു, പൊതുസ്ഥലത്ത് മോശമായി പെരുമാറി എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് നടൻ വിനായകനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് എന്നൊരു അപ്ഡേറ്റ് കൂടി ഇപ്പോൾ വരുന്നുണ്ട്.
അതെ, Yes, അപ്പോൾ നമുക്ക് ഈ comments ലേക്ക് കമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ പാട്ട് ഇഷ്ടമായി എന്ന് ഒരുപാട് പ്രേക്ഷകരുടെ കമൻസ് വരുന്നുണ്ട്. താങ്ക് യു. മോഹൻ വിക്രമനൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ പാടുമെന്ന് അറിഞ്ഞിരുന്നില്ല എന്ന് മറ്റൊരു പ്രേക്ഷകൻ പറയുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഒരു പ്രേക്ഷക അല്ലമീൻ തങ്ങൾപ്പടി പറയുന്നു, കുട്ടികളെ അക്രമാസക്തരാക്കുന്ന ഗെയിമുകൾ നിയന്ത്രിക്കണം, രക്ഷിതാക്കളും അധ്യാപകരും ബോധവൽക്കരണം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് അല്ലമീൻ ഒരു അഭിപ്രായം പറയുന്നു. അങ്ങനെ പല അഭിപ്രായങ്ങളും പ്രേക്ഷകർ പറയുന്നത് അത് വളരെ നല്ലൊരു അഭിപ്രായമാണ്. അതിൽ കൃത്യമായൊരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകണം എന്നാണ് അല്ലമീൻ്റെ ആവശ്യം. ലീന പറയുന്നു, മിസ് പ്രവിത, ഡു നോട്ട് സ്ട്രെയിൻ യുവർ വോയിസ് ഹാഡ് സ്ട്രെസ് ഇൻ യുവർ സോങ് നൗ. അത് എനിക്ക് തോന്നുന്നു കുറച്ച് ടയേർഡാണ്, അതുകൊണ്ടായിരിക്കും ആ സ്ട്രെസ് വന്നത്. നമ്മൾ അങ്ങനെ നല്ലതായിട്ട് പാടി പഠിച്ചിട്ടല്ല കയറുന്നത്, അതിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. സാബു വിജയൻ പറയുന്നു, ഓണം കഴിയും വരെ നിങ്ങൾ രണ്ടുപേരും കറുപ്പ് ഡ്രസ് ഇടരുത്, കറുപ്പ് ദുഃഖത്തിന്റെ പ്രതീകമാണ്. അങ്ങനെയുണ്ടോ? അതൊക്കെ പണ്ടത്തെ ഒരു രീതി നിറങ്ങൾക്ക് വെച്ചിട്ടാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒരു മാനം കൊടുക്കേണ്ട കാര്യമുണ്ടോ? അതെ, നിറങ്ങൾക്ക് എല്ലാ നിറങ്ങളും ഒരുപോലെയാണ്. അത് ഞങ്ങളുടെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ കമന്റ്സ് അയച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കമന്റ്സ് കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ പോരട്ടെ. നിങ്ങൾ നേരത്തെ പറഞ്ഞ കോഡ് പ്രകാരം കോഡിൽ സ്കാൻ ചെയ്ത് ആ QR കോഡ് സ്കാൻ ചെയ്ത് വിളിക്കാൻ ശ്രമിക്കുമല്ലോ. അപ്പോൾ നിങ്ങളെ നേരിട്ട് കാണാൻ നമ്മൾ ഇവിടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. BJPക്ക് വേണ്ടി തൃശൂർ പൂരം കലക്കാൻ ഗൂഢാലോചന നടത്തിയത് ADGP MR അജിത് കുമാറും പ്രതിപക്ഷ നേതാവ് VD സതീശനുമാണെന്ന് ആവർത്തിക്കുകയായിരുന്നു PV അൻവർ MLA. വിദേശ ഫണ്ട് പിരിച്ചതുമായി ബന്ധപ്പെട്ട ED അന്വേഷണം അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവ് RSS നേതാക്കളുമായി ചർച്ച നടത്തിയെന്നും PV അൻവർ പറഞ്ഞു. വിവാദം മുഖ്യമന്ത്രിയുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു എന്നും സത്യം പുറത്തു വരും എന്നും PV അൻവർ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിദേശത്തുള്ള പണപ്പിരിവുമായി ബന്ധപ്പെട്ട് ED അന്വേഷണം ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം പല BJP നേതാക്കന്മാരുടെയും കാല് പിടിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം എനിക്കറിയാം. BJPക്ക് ആകെ ആവശ്യം എന്താ? ആ തൃശ്ശൂരിൽ അല്ലെങ്കിൽ കേരളത്തിലൊരു സീറ്റ് കിട്ടണം. അതിന് ഏറ്റവും സാധ്യതയുള്ള സ്ഥലം തൃശ്ശൂർ. അതിനുള്ള വഴിയൊരുക്കിയാണ്. ഈ പറയുന്ന ADGP അജിത് കുമാറിൻ്റെയും ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെയും ഗൂഢാലോചനയുടെ ഫലം തന്നെയാണ് പൂരം കലക്കാൻ അജിത് കുമാർ നിർദ്ദേശം നൽകിയത്. SP സുജിത് ദാസ് ഉൾപ്പെടെയുള്ളവർക്കെതിരായ പീഡന ആരോപണത്തിൽ FIR രജിസ്റ്റർ ചെയ്യാതെ പോലീസ് ഒളിച്ചു കളിക്കുന്നു എന്നും PV അൻവർ കുറ്റപ്പെടുത്തി. വ്യാജ ആരോപണത്തിൽ പരാതിക്കാരിക്കെതിരെ കേസെടുക്കാത്തത് എന്തുകൊണ്ടെന്നും MLA ചോദിച്ചു. എന്താ ഒരു FIR ഇട്ടാൽ? FIR ഇട്ടിട്ടല്ലേ അന്വേഷിക്കേണ്ടത്? ആ അന്വേഷണത്തിൽ ഈ സ്ത്രീ പറയുന്നത് തെറ്റാണെങ്കിൽ ആ FIR ക്ലോസ് ചെയ്യാനും റഫർ ചെയ്യാനും ഈ കള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത സ്ത്രീക്കെതിരെ നടപടിയെടുക്കാനും CRPCയിലും IPCയിലും ഒക്കെ പ്രൊവിഷൻ ഉണ്ട്. ആ പ്രൊവിഷൻ എടുത്ത് കേസെടുത്താൽ പോരെ? എന്താ പോലീസ് മുങ്ങിക്കളിക്കുന്നത്? അവിടെയാണ് ഇതിൻ്റെ വിഷയം. അതാണ് ഈ പോലീസ്. അത് തന്നെയാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നതും. നമുക്ക് നോക്കാം FIR ഇടുമോ ഇല്ലേ എന്നുള്ളത്. എന്തായാലും ഈ ആരോപണങ്ങൾക്കെല്ലാം ഈ വെളിപ്പെടുത്തലിൻ്റെ തുടക്കം നമുക്കെല്ലാവർക്കും അറിയാം. ആ ദൃശ്യം നമ്മുടെ മനസ്സിലുണ്ട്. PV അൻവർ നേരെ ഈ മലപ്പുറം SP ക്യാമ്പ് ഓഫീസിലേക്ക് പോകുന്നു. അവിടെ ഒരു പോലീസുകാരനുമായി സംസാരിക്കുന്നു. പോലീസുകാരൻ അദ്ദേഹത്തെ അകത്തേക്ക് കടത്തിവിടുന്നില്ല. പിറ്റേ ദിവസം അദ്ദേഹം അവിടെ പ്രതിഷേധിക്കുന്നു, കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. അതൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നാലെയാണ് ഈ വെളിപ്പെടുത്തലെല്ലാം പുറത്തു വന്നു. എന്തായാലും ആ കേസിൽ, ആ SP ഓഫീസ് ക്യാമ്പിലെ മരമുറി കേസിൽ അന്വേഷണ സംഘത്തിന് മൊഴി കൊടുത്ത ശേഷമാണ് ഇന്നിപ്പോൾ അൻവർ വീണ്ടും ഇത് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചത്. രാവിലെ 11 മണിക്ക് തുടങ്ങിയ മൊഴിയെടുപ്പ് രാത്രി 9 മണിയോടെ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 10 മണിക്കൂറോളം ആ മൊഴിയെടുപ്പ് നീണ്ടു എന്നുള്ളതാണ്. തെളിവുകൾ കൈമാറി എന്നും അന്വേഷണത്തിൽ തൃപ്തനാണ് എന്നും PV അൻവർ കൂട്ടിച്ചേർത്തു. ഇനി ഇതിൽ മറ്റൊരു വാർത്ത കൂടി വരികയാണ്. അത് ഈ ADGP RSS കൂടിക്കാഴ്ച വിവാദവുമായി ബന്ധപ്പെട്ടാണ്. CPIയും CPIMും നേർക്ക് നേർ ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ്. നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു, തൃശ്ശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട വീഴ്ചകൾ സംബന്ധിച്ച് റിപ്പോർട്ട് പൊതുജനങ്ങൾക്ക് മുന്നിൽ വെക്കണമെന്നാണ് VS സുനിൽകുമാറിന്റെ ആവശ്യം. ചോദിച്ചാൽ ഉടനെ പുറത്തുവിടാൻ ആകില്ല എന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ അതിന് തിരിച്ചടിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ VS സുനിൽകുമാറിന്റെ തോൽവിക്ക് കാരണമായത് പൂരം നടത്തിപ്പിലെ പോലീസ് വീഴ്ചയാണെന്ന് CPI തുടക്കം മുതലേ ആരോപിക്കുന്നു. ഇതിനിടയിലാണ് ADGP MR അജിത് കുമാർ RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വെളിപ്പെടുത്തൽ. ഇതോടെ ഗൂഢാലോചന നടത്തിയാണ് പൂരം കലക്കിയതെന്ന CPI വാദത്തിന് കൂടുതൽ ബലം കിട്ടി. അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം VS സുനിൽകുമാർ ശക്തമാക്കി. ഈ പൂരം കലക്കുന്നതിന് പിന്നിൽ ഒരു കക്ഷി BJP ആണെന്നുള്ളതാണ്, അല്ലെങ്കിൽ RSS ആണെന്നുള്ളതാണ്. ഇപ്പം അന്വേഷണ റിപ്പോർട്ട് സർക്കാരിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിൻ്റെ വിവരം പുറത്തുവിടണമെന്നും അതെന്താണ് ജനങ്ങൾ അറിയണമെന്ന് ഞാൻ പറയാൻ കാരണം അത് ഗൗരവതരമായ റിപ്പോർട്ടായിരിക്കും എന്നുള്ളതുകൊണ്ടാണ്. വിവാദത്തിൽ CPIക്കും CPIMനും ഇടയിൽ ഭിന്നത രൂക്ഷമാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു A വിജയരാഘവന്റെ മറുപടി. പൂരത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റിയില്ല. ഇവിടെ
നിങ്ങൾക്ക് നാളെ രാവിലെ തരണം എന്ന് പറഞ്ഞിട്ടുള്ള വാശി പിടിക്കണ്ട. ഗവൺമെന്റ് അതൊക്കെ സംബന്ധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കും. അതിലാരും വിഷമിക്കേണ്ട കാര്യമില്ല. കൃത്യമായ ഉചിത നടപടികൾ ഇക്കാര്യങ്ങളിലുണ്ടാവും. റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് സുനിൽകുമാർ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ട് 4 ദിവസമായി. അനുകൂല നിലപാടുണ്ടാകാത്തതിൽ CPI കടുത്ത അതൃപ്തിയിലാണ്. 24 തൃശൂർ. വരും ദിവസങ്ങളിലും എന്തായാലും രാഷ്ട്രീയ ആരോപണങ്ങൾ, അതോടൊപ്പം തന്നെ ഇതിൽ തന്നെയുള്ള മറ്റ് പ്രതികരണങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏത് തരത്തിലായിരിക്കും ഇനിയുള്ള രാഷ്ട്രീയത്തിന്റെ പോക്ക് എന്നുള്ളതും ഏറെ വിസ്മയത്തോടെ നമ്മൾ നോക്കിക്കാണുന്നത്. എന്തായാലും LDF-ൽ ഇത് ഈ രീതിയിലുള്ള എന്താണ് പറയാ, ഇത്തരം പ്രതിസന്ധി അസാധാരണമാണ് എന്ന് പറയാം. എന്തായാലും CPI-യും CPIM-ഉം എന്ത് നിലപാട് ഇനിയുള്ള ദിവസങ്ങളിൽ സ്വീകരിക്കുന്നു എന്നത് നിർണായകമാണ് ആ മുന്നണിയെ സംബന്ധിച്ച്. അപ്പോൾ നമ്മുടെ കമന്റുകളിലേക്കൊക്കെ നമ്മൾ വരും. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. ഗുഡ് നൈറ്റ് വിത്ത് പ്രസന്റ് ആൻഡ് പ്രവിത തുടരുകയാണ്. അപ്പോൾ നമുക്കിനി ഈ ദിവസത്തെ പ്രധാനപ്പെട്ട മറ്റു വാർത്തകളിലേക്ക് കടക്കാം. എന്തായാലും PV അൻവർ MLA നടത്തിയ ആ വിവാദ വെളിപ്പെടുത്തൽ, അതിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഇന്ന് വരുന്ന വാർത്തകൾ മുഴുവനും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഇപ്പോൾ പറയേണ്ടത് പീഡനാരോപണം ഉന്നയിച്ച മലപ്പുറത്തെ വീട്ടമ്മയ്ക്കെതിരെ നിയമ നടപടിയുമായി പോലീസ് ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ്. പരാതി വ്യാജമാണെന്നും ഗൂഢാലോചന അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് DYSP VV ബെന്നി മലപ്പുറം SP-ക്ക് പരാതി നൽകിയിട്ടുണ്ട്. മുട്ടിൽ മരമുറിക്കൽ കേസിൽ കുറ്റപത്രം നൽകുന്നത് തടയാൻ ഒരു വാർത്താ ചാനലാണ് വ്യാജ ആരോപണം ഉയർത്തിക്കൊണ്ടുവന്നതെന്ന് VV ബെന്നി 24-നോട് പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥർ ബലാത്സംഗം ചെയ്തു എന്നാരോപിച്ച് യുവതി ഇന്നും പരാതി നൽകി. യുവതിയുടെ പരാതിയിൽ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന നിയമോപദേശം ലഭിച്ചതോടെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ തുടർ നടപടികളുമായി മുന്നോട്ടു പോകുന്നത്. അടിസ്ഥാനരഹിതമായ ആരോപണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട DYSP VV ബെന്നി മലപ്പുറം SP-ക്കാണ് പരാതി നൽകിയത്. ഞാൻ SP സാറിന് പരാതി കൊടുത്തിട്ടുണ്ട്. മുട്ടിൽ മരമുറി കേസിലെ അന്വേഷണം, കുറ്റപത്രം സമർപ്പിക്കുന്നത് തടയുന്നതിന് വേണ്ടി ഇത്തരത്തില് വ്യാജമായിട്ടുള്ള പരാതികൾ ഇങ്ങനെ പറയിപ്പിച്ച് അത് ചാനലിൽ എയർ ചെയ്ത് തടയുന്നതിന് ശ്രമിച്ചു എന്നുള്ളതിന്റെ നിലയ്ക്ക് ഞാൻ SP-ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. VV ബെന്നി അടുത്ത ദിവസം കോടതിയെ സമീപിക്കും. ആരോപണ വിധേയരായ മുൻ SP S സുജിത്ദാസും SHO വിനോദ് മലയാട്ടൂരും DGP-ക്ക് പരാതി നൽകും. S സുജിത്ദാസ്, VV ബെന്നി, വിനോദ് മലയാട്ടൂർ എന്നിവർ ബലാത്സംഗം ചെയ്തെന്നായിരുന്നു വീട്ടമ്മയുടെ ആരോപണം. അന്വേഷണം ആവശ്യപ്പെട്ട പൊന്നാനി പോലീസിൽ വീട്ടമ്മ പരാതി നൽകി. വീട്ടമ്മയുടെ പരാതിയിൽ എന്തുകൊണ്ടാണ് പോലീസ് കേസെടുക്കാത്തത് എന്ന് PV അൻവർ ചോദിച്ചു. ഇത് 5-8 മാസം മുമ്പ് ആ നാട്ടിൽ ആ വീട്ടിൽ ചെന്ന് ആ സ്ത്രീയെ മോശമായി പെരുമാറി, പീഡിപ്പിച്ചു, പോലീസ് ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ചു. ഇത് അന്വേഷിക്കാൻ ഇവിടെ ഏജൻസി ഉണ്ടല്ലോ, എന്താ ഒരു FIR ഇട്ടാലോ കുഴപ്പം? പൊന്നാനി മുൻ SHO വിനോദ് മലയാട്ടൂരിനെതിരെ യുവതി നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. 24 തിരൂർ. യെസ്, അപ്പോൾ മറ്റു റിപ്പോർട്ടുകളിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മുടെ ഒരു പ്രേക്ഷകൻ സ്ക്രീനിലേക്ക് എത്താൻ പോകുന്നു. കോഴിക്കോട് നിന്നും നൌഷാദ് എന്ന് പറയുന്ന പ്രേക്ഷകനാണ് നമ്മുടെ നേരെ 24-ന്റെ സ്ക്രീനിലേക്ക് എത്താൻ പോകുന്നത്. ഹായ് നൌഷാദ്. ഹലോ. ഹലോ നൌഷാദ്. ഹായ് ചേട്ടാ, നമസ്കാരം. കോഴിക്കോട് എവിടെയാണ്? നമസ്കാരം. ഞാൻ കോഴിക്കോടാണ്. കോഴിക്കോട് എവിടെയാ? കോഴിക്കോട് വെസ്റ്റിലാണ്. ഓക്കെ. എനിക്ക് കോഴിക്കോട് സ്ഥലങ്ങളൊന്നും അത്ര നന്നായിട്ട് അറിയില്ല. അടുത്താണോ? നമ്മുടെ വിക്രം മൈതാനിന്റെ ഒക്കെ അടുത്താണോ? അതെ. ആ ശരി. വിക്രം മൈതാനിലാണ് നമ്മുടെ കലോത്സവം ഒക്കെ ഉണ്ടായി, സംസ്ഥാന കലോത്സവം. അപ്പൊ ആ സമയത്ത് വന്നത്. പിന്നെ ഞാൻ കോഴിക്കോട് പഠിച്ചാണ്, അപ്പൊ എനിക്ക് ആ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം അറിയാം. മാത്രല്ല ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഈ പ്രോഗ്രാം ചെയ്യാൻ കോഴിക്കോട് ബീച്ചിലെത്തിയിരുന്നു കേട്ടോ. വിശേഷങ്ങളൊക്കെ പറയൂ. എനിക്കൊന്ന് TV-യിലോട്ട് നോക്കുന്നുണ്ടല്ലേ? TV-യിലേക്ക് നോക്കരുത്, നേരെ നമ്മുടെ ക്യാമറയിലേക്ക് നോക്കുക കേട്ടോ. ഫോണിലേക്ക് തന്നെ ശ്രദ്ധിക്കാം. ആരൊക്കെയുണ്ട് വീട്ടില്? വൈഫ്, എനിക്ക് 2 മക്കളാണ്. മൂത്തത് മകനാണ്, അയാളിപ്പോൾ ഖത്തറിലാണ്. വൈഫ് ഡെന്റിസ്റ്റ് ആണ്, ഇപ്പൊ ഇവിടെ ഉണ്ട്. 2 കുട്ടികളുണ്ട് അയാൾക്ക്. രണ്ടാമത്തത് മകളാണ്, അയാൾ ഹോമിയോ ഡോക്ടറാണ്, ദുബായിലാണ്. അയാൾക്ക് 2 മക്കള്, സണ്ണിലും ദുബായിലാണ്. ചേട്ടൻ എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നുണ്ടോ ഇപ്പോ? ഞാന് ഫാർമസ്യൂട്ടിക്കൽ ലൈനിലായിരുന്നു. ഫൈസർ എന്ന് പറയുന്ന കമ്പനിയിലായിരുന്നു. ഇപ്പോൾ ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് ആയിട്ടു. അതെ. കോവിഡ് വാക്സിനെ കണ്ടുപിടിച്ചു. അപ്പൊ എന്തുണ്ട് കോഴിക്കോട്? നല്ല വിശേഷം തന്നെയല്ലേ? നമ്മുടെ 24 സ്ഥിരം പ്രേക്ഷകരാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഗുഡ് നൈറ്റ് ഷോ കാണാറുണ്ടോ? ഡെയിലി കാണാറുണ്ടോ? കാണാറുണ്ട്. അതെ.
ഓക്കെ, ഈ പറയുന്നത് പോലെ രാവിലെ നമ്മളെയൊക്കെ എന്താ പറയാ പോസിറ്റീവായിട്ട് ഒരു എനർജി തരുന്നത് SK ആണ്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. SK ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ പോസിറ്റീവ് എനർജി തരുന്ന ആളാണ്, നമ്മുടെ ലീഡർ കൂടിയാണല്ലോ. അതെ അതെ അതെ. ഇങ്ങനെ ഈ രീതിയിൽ ഇപ്പോൾ ഈ ഗുഡ് നൈറ്റ് ഷോ വരുമ്പോഴത്തേക്ക് അതിൽ പാട്ടും ഒക്കെ ഉണ്ട്, മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഷോ ചെയ്യുന്നത്. എന്താണ് അതിനെക്കുറിച്ച് അഭിപ്രായം? ഈ ന്യൂസ് ചാനലിൽ ന്യൂസ് മാത്രം പറഞ്ഞാൽ മതി എന്നൊരു വിഭാഗം ആൾക്കാർ പറയുന്നുണ്ട്. ചേട്ടൻ എന്ത് തോന്നുന്നു? അല്ല, ഞാൻ അത്യാവശ്യം പാടുന്ന ഒരാളാണ്. ആഹാ, എങ്കിൽ രണ്ടുപേരും പാടിയിട്ട് മതി, ബാക്കി കാര്യങ്ങൾ രണ്ടുപേരും പാടും. സംഗീതം എന്താ പറയാ, നമ്മൾക്ക് എനിക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു ഹിന്ദി സോങ്സ് ആണോ കൂടുതൽ? റഫി സാബിന്റെ സോങ്സ് ആണ് കൂടുതൽ ഇഷ്ടം അല്ലേ? അല്ല, മെലഡിയാണ്. അപ്പൊ ഭാഷ പ്രശ്നമല്ല. കൂടുതലും യേശുദാസിന്റെ പാട്ടുകളാണ് പാടാറുള്ളത്. വളരെ പെട്ടെന്ന് 2 ലൈൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ഉത്രാടപ്പൂനിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരിപ്പാൽ ചുരത്താൻ വാ 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 ഉത്രാടപ്പൂനിലാവേവാ. താങ്കളുടെ ശബ്ദം ഓണത്തിന് അനുബന്ധമായി ഓണവുമായി ചേർന്ന ഒരു പാട്ടാണ് പാടിയത്. പണ്ട് തരംഗിണി ഇറക്കിയ ദാസാറിന്റെ ഒരു സോങ് ആണ്, സൂപ്പർ ഹിറ്റ് സോങ് ആണ് ഉത്രാടപ്പൂനിലാവേ. ഒരുപാട് നന്ദി, ഒരുപാട് താങ്ക്സ്. എന്തായാലും ഇനിയും തുടരുക സപ്പോർട്ട് അല്ലേ? അപ്പോൾ അഡ്വാൻസ് ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. കോഴിക്കോട് നിന്നും നൗഷാദ് ചേട്ടനാണ് വിളിച്ചത്. അപ്പോൾ ഒരുപാട് സന്തോഷം അല്ലേ, നമ്മുടെ ഷോ കാണുന്നതിനൊപ്പം തന്നെ പാട്ടും പാടി തന്നിട്ടുണ്ട്. ഉത്രാടപ്പൂനിലാവേ. വാർത്തകളിലേക്ക് തിരികെ വന്നാൽ, ബലാത്സംഗ കേസിൽ M. മുകേഷ് MLA മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുൻകൂർ ജാമ്യം നൽകിയ സെഷൻസ് കോടതി ഉത്തരവിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ ഹർജി നൽകും. M. മുകേഷിന്റെ ജാമ്യഹർജിയിൽ വിധി വന്നപ്പോഴേ അതിലെ കോടതി പരാമർശങ്ങളിൽ അസ്വാഭാവികത നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഒരു മുൻകൂർ ജാമ്യഹർജിയിൽ കോടതി കേസിന്റെ മെറിറ്റിലേക്ക് കടന്നുകയറി എന്നതായിരുന്നു ആക്ഷേപം. സെഷൻസ് കോടതി വിധിയിലെ ഈ പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാകും അപ്പീൽ ഹർജി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവ് വിചാരണയെ ബാധിക്കുമെന്നും അതിജീവിതയുടെ മൊഴിയെ അവിശ്വസിക്കുന്നതാണ് മുൻകൂർ ജാമ്യ ഉത്തരവെന്നും ചൂണ്ടിക്കാട്ടിയാകും ഹൈക്കോടതിയെ സമീപിക്കുക. ഇക്കാര്യം ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് കത്ത് നൽകി. നേരത്തെ വിധി പ്രസ്താവത്തിൽ 15 വർഷം പഴക്കമുള്ള കേസെന്ന നിലയിൽ ചില പരാമർശങ്ങൾ വന്നിരുന്നു. ഇത്ര ലാഘവത്തോടെ ഇത് കാണാനാകില്ലെന്നും വിശദമായ മുൻകൂർ ജാമ്യ ഉത്തരവ് പരിധി വിട്ടതാണെന്നും പ്രോസിക്യൂഷൻ വിലയിരുത്തുന്നു. 19 പേജിൽ കേസിലെ വസ്തുതകൾ വിശദമായി ചർച്ച ചെയ്യേണ്ടിയിരുന്നില്ല. കേസിന്റെ വിശദമായ വിലയിരുത്തൽ ഈ ഘട്ടത്തിൽ അനിവാര്യമായിരുന്നില്ല എന്നും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടും. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. മുകേഷിന്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെയാണെങ്കിൽ നടൻ നിവിൻ പോളി പ്രതിയായ ബലാത്സംഗ കേസ് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് നോക്കാം. പരാതിക്കാരിയുടെ മൊഴി ഇന്ന് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുവതിയുടെ വരുമാന സ്രോതസ് അടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞത്. യുവതി വ്യാജ ആരോപണം ഉന്നയിക്കുന്നുവെന്ന പരാതിയിൽ നിവിൻ പോളിയുടെ മൊഴിയും രേഖപ്പെടുത്തും. ഡിസംബർ 14, 15 തീയതികളിലാണ് അതിക്രമം നേരിട്ടതെന്ന് താൻ പറഞ്ഞത് ഉറക്കപ്പിച്ചിൽ സംഭവിച്ച പിഴവാണ് എന്ന് യുവതി ഇന്ന് പ്രതികരിച്ചു. യഥാർത്ഥ തീയതി അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. കേസ് അട്ടിമറിക്കപ്പെടുമോ എന്ന് സംശയിക്കുന്നതായും യുവതി പറഞ്ഞു. ഞാൻ പരാതി കൊടുത്ത സമയത്ത് ദുബായിൽ ഇല്ലായിരുന്നു, നാട്ടിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ പാസ്പോർട്ട് ഞാൻ പോലീസിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പരാതി കൊടുത്ത ഡേറ്റും അദ്ദേഹം പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കൊടുത്ത ഡേറ്റ് തമ്മിൽ ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു അട്ടിമറിക്കാൻ, ഈ കേസ് ഒരു അട്ടിമറിക്കാനുള്ള ശ്രമത്തിലാണ്, ഹണി ട്രാപ്പിൽ നമ്മളെ കൊടുക്കാനുള്ള പദ്ധതിയാണെന്ന് ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു. യെസ്, എന്തായാലും പരാതിയിൽ നിന്ന് പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെയാണെന്നാണ് യുവതി പറയുന്നത്. ആ ഡേറ്റ് പറഞ്ഞതിൽ സംഭവിച്ചൊരു പിഴവാണ് എന്ന് പറയുന്നുണ്ട്. അതിൽ എന്തായാലും പോലീസ് ഈ കാര്യങ്ങൾ പരിശോധിക്കട്ടെ. 2 പാസ്പോർട്ടും നോക്കി എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. ഈ പ്രതിഷേധത്തിൽ മുങ്ങി സിനിമ നയരൂപീകരണ സമിതിയുടെ ആദ്യ യോഗം എന്നുള്ള വാർത്ത കൂടി ഇന്ന് പുറത്തു വന്നിരുന്നു. സംഘടനകളുമായി ചർച്ച നടക്കുന്നതിനിടെ മാക്ട ഭാരവാഹികളാണ് പ്രതിഷേധവുമായി എത്തിയത്. സമിതിയിൽ നിന്ന് ബി ഉണ്ണികൃഷ്ണനെ മാറ്റി നിർത്തണമെന്നാവശ്യപ്പെട്ട് മാക്ട കത്തും നൽകിയിരുന്നു. സിനിമാ കോൺക്ലേവിനെതിരെ നടി രഞ്ജിനി രംഗത്തെത്തി. നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും പ്രതിനിധികളുമായാണ് സിനിമാ നയരൂപീകരണ സമിതി ആദ്യ ചർച്ച നടത്തിയത്.
ഇതിനിടെയാണ് തൊഴിൽ നിഷേധവുമായി ബന്ധപ്പെട്ട് നടപടി നേരിട്ട ബി ഉണ്ണികൃഷ്ണനെ സമിതിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാവശ്യപ്പെട്ട് മാക്ട പ്രവർത്തകർ പ്രതിഷേധിച്ചത്. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നും എല്ലാ സിനിമാ സംഘടനകളുമായി ചർച്ച നടത്തുമെന്നും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ. ഇപ്പോൾ ഇത് സഹകരിക്കില്ല എന്ന് പറയുന്നവരും ഇതിന്റെ കൂടെ നിൽക്കുകയും അവർക്ക് ആരെങ്കിലും അനഭിമതരായിട്ടുണ്ടെങ്കിൽ, ആരോടൊപ്പെങ്കിലും അവർക്ക് വേദി പങ്കിടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അവർ ചൂണ്ടിക്കാണിക്കട്ടെ. അത് തീർച്ചയായിട്ടും നമുക്ക് ചർച്ച ചെയ്യാം. അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ആലോചിച്ച് അവരെ മാറ്റി നിർത്തേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് മാറ്റി നിർത്താം. അതിനൊക്കെ യാതൊരു തടസ്സങ്ങളുമില്ല. പക്ഷേ അവര് ഇത് ബഹിഷ്കരിച്ചു പോവുകയല്ല. സിനിമയോടൊരു ഉത്തരവാദിത്തം, ഒരു കമ്മിറ്റ്മെന്റ് അവർക്കുണ്ടെങ്കിൽ സിനിമയോടൊപ്പം ചേർന്ന് നിൽക്കണം. നവംബർ അവസാനത്തോടെ നടത്താൻ തീരുമാനിച്ച സിനിമാ കോൺക്ലേവ് നീട്ടിവെച്ചേക്കും. സിനിമാ കോൺക്ലേവിനെതിരെ നടി രഞ്ജിനി രംഗത്തെത്തി. No need of conclave. Cancel the conclave and constitute. ഈ ലോ എന്ത് ഫൈൻഡിങ്സോ എന്ത് റെക്കമെൻഡേഷൻ ഉള്ളതോ അത് നമുക്ക് ഇപ്പൊ തന്നെ ലീഗൽ ഡ്രാഫ്റ്റിംഗ് ചെയ്യാമല്ലോ. പണവും സമയവും നഷ്ടപ്പെടുത്താതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ എത്രയും വേഗം നടപ്പിലാക്കണമെന്ന് രഞ്ജിനി ആവശ്യപ്പെട്ടു. 24 കൊച്ചി. ഇനി ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. പാലക്കാട് വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിൽ നീലിപ്പാറ ഭാഗത്ത് ലോറിക്ക് തീപിടിച്ചു എന്നുള്ള ഒരു വാർത്തയാണ്. കാർ ഇടിച്ചതാണ് തീപിടുത്തത്തിന് കാരണം എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഒപ്പം ഡ്രൈവർ രക്ഷപ്പെട്ടു, മറ്റ് പരിക്കുകളില്ല. എന്തായാലും ആ ദൃശ്യം ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. രാത്രി 9:30 സംഭവം ഉണ്ടായത്. ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീ അണച്ചു. വാഹനം ഇടിച്ച ഉടനെ തീപിടുത്തമുണ്ടായതോടെ വാഹനത്തിലെ ഡ്രൈവർ ഇറങ്ങി ഓടിയതിനാൽ അദ്ദേഹത്തിന് മറ്റ് അപകടമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു ആശ്വാസ വാർത്ത കൂടിയുണ്ട്. എന്തായാലും ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. എന്താണ് യഥാർത്ഥത്തിൽ അങ്ങനെ തീപിടിക്കാൻ കാരണമായത് എന്നറിയില്ല. അങ്ങനെ കാറിടിച്ച് പിന്നീട് തീപിടുത്തത്തിലേക്ക് മാറുകയായിരുന്നു എന്നാണ്. എന്തായാലും ആർക്കും പരിക്കുകളില്ല, ഡ്രൈവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. നിഖിൽ പരമേശാണ് ആ വാർത്ത പാലക്കാട് നിന്ന് റിപ്പോർട്ട് ചെയ്തത്. തിരികെ മറ്റു വാർത്തകൾ നോക്കിയാൽ ഈ ഓണം അടുത്തതോടെ ഓണവിപണിയും സജീവമായിട്ടുണ്ട്. അതിൽ തന്നെ വിവാദവുമുണ്ട്. ഓണവിപണിയിലും CPIയുടെ ഭക്ഷ്യവകുപ്പിനോട് ഇരട്ടത്താപ്പ്. കുടിശ്ശിക കിട്ടാതെ വന്നതോടെ CPIയുടെ കൈവശമുള്ള സപ്ലൈകോയ്ക്ക് സബ്സിഡി സാധനങ്ങൾക്ക് വില കൂട്ടേണ്ടി വന്നു. എന്നാൽ പണം കിട്ടിയ CPIഎമ്മിന്റെ കൈവശമുള്ള കൺസ്യൂമർ ഫെഡ് വിലക്കുറവിൽ സാധനങ്ങൾ എത്തിക്കുകയും ചെയ്തു എന്നതാണ് ഇപ്പോഴത്തെ ഈ തർക്കത്തിന് കാരണം. അങ്ങനെ CPIഎം ആ ബന്ധം ഉലയുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഇത്തരം വാർത്തകൾ കൂടി ബലം പകരുന്നുണ്ട്. നോക്കാം എന്താണ് വിശദമായ റിപ്പോർട്ട്. CPIയുടെ ഭക്ഷ്യവകുപ്പിന് കീഴിലുള്ള സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിച്ചപ്പോൾ CPIഎമ്മിന്റെ സഹകരണ വകുപ്പ് കൺസ്യൂമർ ഫെഡിൽ വിൽപ്പന നടക്കുന്നത് കുറഞ്ഞ വിലയ്ക്കാണ്. സർക്കാർ നൽകാനുള്ള കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക ലഭിക്കാത്തതിനാലാണ് സപ്ലൈകോക്ക് വില വർദ്ധിപ്പിക്കേണ്ടി വന്നത്. 580 കോടി രൂപ കുടിശ്ശികയിൽ 325 കോടി രൂപ ഓണവിപണിക്ക് ദിവസങ്ങൾക്ക് മുൻപാണ് സർക്കാർ നൽകിയത്. സഹകരണ വകുപ്പിന്റെ കൺസ്യൂമർ ഫെഡിന് പണം ലഭിച്ചതിനാൽ പൊതുവിപണിയിൽ നിന്ന് മുൻകൂട്ടി സംഭരിക്കാൻ കഴിഞ്ഞു. കൺസ്യൂമർ ഫെഡിലെ വിലക്കുറവിന് കാരണം ഇതാണ്. സർക്കാർ പണം നൽകാൻ വൈകിയതോടെ കൂടിയ വിലയിൽ സപ്ലൈകോയ്ക്ക് സാധനങ്ങൾ സംഭരിക്കേണ്ടി വന്നു. CPI നേതൃത്വം നൽകുന്ന ഭക്ഷ്യവകുപ്പിനോടുള്ള അവഗണനയിൽ വകുപ്പ് മന്ത്രിക്കടക്കം വിയോജിപ്പുണ്ട്. സപ്ലൈകോയ്ക്കുള്ള തുക സമയത്തിന് ലഭിക്കുന്നില്ലെന്ന പരാതിയും പാർട്ടിക്കുള്ളിലടക്കം പലതവണ ഉയർന്നിരുന്നു. 24 തിരുവനന്തപുരം. നമുക്ക് പെട്ടെന്ന് കമൻസിലേക്ക് ഒന്ന് പോവാം അല്ലേ. നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ ഇപ്പോഴും കമൻസുകൾ അയക്കുന്നുണ്ട്, ഒരുപാട് പാട്ടുകളെ കുറിച്ച് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്കും സജസ്റ്റ് ചെയ്യാം നമുക്ക് ഏതൊക്കെ പാട്ടുകൾ പാടണം. ഒരുപാട് പാട്ടുകൾ എനിക്ക് തോന്നുന്നു നമ്മുടെ അറിവിലുള്ള പാട്ടുകൾ. എനിക്ക് തോന്നുന്നു 70 പാട്ടോളം ദിവസവും 2 പാട്ടുകൾ വെച്ച് പാടുക എന്ന് പറഞ്ഞത് അത്യാവശ്യം നമ്മളെ പോലത്തെ ഉള്ളവർക്ക് കുറച്ച് ശ്രമകരമാണ്. അങ്ങനെ 10-70 പാട്ടുകൾ. പാട്ടിനെ കുറിച്ച് സുബ് പറയുന്നു, ഒരു പാട്ട് കേട്ട് ഉറങ്ങാമെന്ന് കരുതുന്നുവെന്ന്. ലൈഫ് എക്സ്പീരിയൻസ് എന്നുള്ള ഐഡിയയിൽ നിന്ന് പറഞ്ഞു. ആകാശവാണിയുടെ തപാൽപ്പെട്ടി എന്ന പരിപാടി നിങ്ങൾ എന്നെ അതിലേക്ക് കൊണ്ടുപോയി, ഒരുപാട് നന്ദി എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഒരുപാട് സന്തോഷം അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ, അങ്ങനത്തെ കമന്റ്സ് കേൾക്കുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ ഇനിയിപ്പോൾ കമന്റ്സിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ പാട്ടുകളുടെ സജഷൻസ് പറയാം. അതിപ്പോൾ യൂട്യൂബ് കമന്റ്സിൽ തന്നെ ആവണം നിർബന്ധമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഫേസ്ബുക്കിലും അതോടൊപ്പം തന്നെ ഇൻസ്റ്റഗ്രാമിലും നമ്മുടെ ഷോയുടെ ആ QR കോഡ് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ മെസ്സേജിൻ്റെ താഴെയും കമന്റ് ബോക്സ് ഉണ്ട്. അവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്താം. അവിടെ കമന്റുകൾ അറിയിക്കുമ്പോഴുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ നേരെ നമുക്ക് കാണാം. യൂട്യൂബിൽ ഇങ്ങനെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കമന്റ്സ് കാണത്തില്ലല്ലോ. അപ്പം അവിടെ ഈ 1 മണിക്കൂർ തന്നെ നിങ്ങൾ കുറിക്കുന്ന കമന്റുകൾ നമ്മൾ തീർച്ചയായിട്ടും നോക്കും. അവിടെ പാട്ടുകളുടെ സജഷൻസ് വെക്കാം. അപ്പോൾ അത്തരം പാട്ടുകൾ നമുക്ക് പാടാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് പ്രൊഫഷണൽ സിംഗേഴ്സ് ഒന്നും അല്ല. അപ്പം നമുക്ക് പാട്ട് പാടുന്നതിലും കുറച്ച് പരിധി. ഇനിയിപ്പം പ്രേക്ഷകർ പറയും ഇനി മേലായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരുപാട് തവണ പറയുന്നുണ്ട്. പക്ഷേ സംഭവം സത്യമാണ്. പാട്ട് പഠിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഓരോ ചില പാട്ടുകൾ നമുക്ക് അറിയാതെ പോകും. ആ പാട്ടുകൾ പഠിച്ചിട്ടാണ് പാടുന്നത്. അപ്പം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം എന്നാണ്.
രാജേഷ് പറയുന്നത് എസ്കെൻ സാറിനോട് ഒന്ന് ചോദിച്ചതായി പറയാമോ? ഞാൻ ഒരുപാട് മെസ്സേജ് അയച്ചു, ഒന്നും വായിച്ചില്ല എസ്കെൻ സാർ. അദ്ദേഹം കാണാതെ പോകുന്നതുകൊണ്ടാണ്. ഇപ്പം ഈ പറയുന്നത് പോലെ ഇപ്പം നമുക്ക് ഇത്രയും മെസ്സേജസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സാറിൻ്റെ ഷോയിൽ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം കാണാതെ പോകുന്നതുകൊണ്ട് മാത്രമാണ്. യെസ്, അപ്പോ തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നം അതൊരു വലിയ ഒരു പ്രശ്നമായിട്ട് പ്രേക്ഷകൻ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നാളെ അവരുടെ പൂർണ്ണമായി പരിഹരിക്കാൻ നേരത്തെ അറിയിച്ചിരുന്നു. അതിൽ പുതിയ അപ്ഡേറ്റും വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് തിരികെ എത്താം. വിമാനത്താവളത്തിൽ മദ്യപിച്ച് ബഹളം വെച്ചു എന്ന പരാതിയിൽ നടൻ വിനായകനെതിരെ കേസെടുത്ത് ഹൈദരാബാദ് പോലീസ്. നടപടി ഹൈദരാബാദ് വിമാനത്താവളത്തിലെ CSI ഉദ്യോഗസ്ഥരുടെ പരാതിയിൽ. പാലക്കാട് കൊല്ലങ്കോട് വൻ സ്പിരിറ്റ് വേട്ട. 1650 ലിറ്റർ സ്പിരിറ്റുമായി 3 യുവാക്കൾ പിടിയിൽ. വയനാട് വെള്ളമുണ്ടയിൽ വയോധികയുടെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന പോലീസ്. സംഭവത്തിൽ അയൽവാസി ഹക്കീം പിടിയിൽ. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ വീടുകയറി ആക്രമണം. മുണ്ടുപാലം സ്വദേശിയായ അബൂബക്കർ കോയയ്ക്കും മകൻ ഷാഫിറിനും വെട്ടേറ്റു. സിവിൽ സർവീസസ് പരീക്ഷ എഴുതാൻ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ചമച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പൂജ ഖേത്കറെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ നിന്ന് പുറത്താക്കി. 1954 IAS പ്രൊബേഷൻ ചട്ടങ്ങളുടെ റൂൾ 12 പ്രകാരമാണ് നടപടി. താമരശ്ശേരി ചുരം 7-ാം വളവിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. യാത്രക്കാർക്ക് പരുക്കില്ല. നമുക്ക് നേരെ തിരുവനന്തപുരത്തേക്ക് പോകാം. അവിടെ നഗരത്തിലെ കുടിവെള്ള പ്രശ്നം നാളെ രാവിലെയോടെ പൂർണ്ണമായി പരിഹരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഉറപ്പ് നൽകിയിരുന്നു. പ്രതിസന്ധി ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം അല്പസമയം മുൻപ് പുറത്തുവന്നത്. ജല അതോറിറ്റിക്ക് വീഴ്ച സംഭവിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം എന്നാണ് യോഗത്തിന്റെ വിലയിരുത്തൽ. എന്തായാലും ഇപ്പോൾ ഈ തിരുവനന്തപുരം നഗരത്തിലെ ഈ പ്രശ്നം, കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രതിഷേധിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. BJP കൗൺസിലർമാരുടെ നേതൃത്വത്തിലാണ് ഈ സമരം ഇപ്പോൾ നടക്കുന്നത്. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ഹരി, ഈ രാത്രി നേരത്ത് ഈ രീതിയിലുള്ള ഒരു പ്രതിഷേധം അത് ഏത് പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്നു? നാളെയോടുകൂടി ഈ പ്രശ്നം പരിഹരിക്കും എന്ന് മന്ത്രി തന്നെ ഉറപ്പ് നൽകിയതാണല്ലോ. പിന്നെ എന്താണ് ഇങ്ങനെ BJP കൗൺസിലർമാർ രാത്രി നേരത്ത് ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്? പ്രവിത, ഇന്ന് ഉച്ചയോടുകൂടി ഇത്തരത്തിലൊരു യോഗം ചേർന്നു. ഈ യോഗത്തിൽ തിരുവനന്തപുരത്തിന്റെ കൂടി ചുമതലയുള്ള മന്ത്രി വി ശിവൻകുട്ടി ഉറപ്പ് നൽകിയതാണ് നാളത്തെ കൂടി ഈ തിരുവനന്തപുരം നഗരത്തിൽ ഈ ഉണ്ടായ പ്രതിസന്ധി, കുടിവെള്ളത്തിന്റെ പ്രതിസന്ധി അത് പരിഹരിക്കുമെന്നുള്ളത്. ഏതാണ്ട് 3-4 ദിവസമായി തിരുവനന്തപുരം നഗരത്തിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ കുടിവെള്ള പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ BJP പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുന്നത് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മന്ത്രി ഉറപ്പ് നൽകിയതിനു ശേഷവും ഇത്തരത്തിൽ പല വാർഡുകളിലും വെള്ളം എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. സഫീഷ്യന്റ് ആയിട്ട്, അതായത് വൃത്തിയായ രീതിയിൽ വെള്ളം ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വെള്ളം എത്തുന്നില്ല. എത്തുന്ന വെള്ളം തന്നെ മലിനമാകുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുമാത്രമല്ല, ഈ വാട്ടർ അതോറിറ്റി നൽകിയ ഉറപ്പ്, അതായത് പല ടാങ്കറുകളിലും എല്ലാ വാർഡുകളിലും വെള്ളം എത്തിക്കും എന്നൊരു ഉറപ്പ് നൽകിയിരുന്നു. അത് കൃത്യമായി പാലിക്കപ്പെട്ടിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഇവർ ആരോപിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ തിരുവനന്തപുരം നഗരസഭയിലെ ഈ BJP കൗൺസിലർമാർ അവരുടെ പ്രതിഷേധമാണ് ഇത്തരത്തിൽ നടക്കുന്നത്. ഇത്തരത്തിൽ അത് മാത്രമല്ല, ഇവരുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് ഇന്നത്തെ യോഗത്തിൽ ഈ BJPയുടെ അംഗങ്ങളെ അവിടേക്ക് ക്ഷണിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതൊരു പ്രഹസനം മാത്രമായി ഒതുങ്ങി എന്നുള്ളതാണ്. എന്തായാലും അവരുടെ തന്നെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. ഏത് തരത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം? നാളെ 4 ദിവസം പിന്നിടുക. അതിരൂക്ഷമായിട്ടുള്ള കുടിവെള്ളക്ഷാമം ഇന്ന് തലസ്ഥാന നഗരത്ത് മുഴുവനും. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ അർദ്ധരാത്രിയിൽ തന്നെ പ്രതിഷേധവുമായി ഞങ്ങൾക്ക് വരേണ്ട സാഹചര്യമുണ്ടായത്. തലസ്ഥാന നഗരത്തെ അമ്മമാരും കുട്ടികളും ഒരു തുള്ളി വെള്ളത്തിനായി, ദാഹജലത്തിനായി സർക്കാരിനോട് യാചിക്കുകയാണ്. അത്തരത്തിൽ വലിയ പ്രതിഷേധം BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. തിരുവനന്തപുരത്ത് നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് ഹരികൃഷ്ണൻ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. എന്തായാലും നാളത്തോടുകൂടി പരിഹരിക്കുന്ന മന്ത്രി ഉറപ്പ് നൽകിയതിന് പിന്നാലെ എന്താണ് ഈ രീതിയിൽ കൗൺസിലർമാർ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നോക്കാം നാളെ അത് പരിഹരിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. കാർഗിൽ യുദ്ധത്തിലെ പങ്ക് ആദ്യമായി തുറന്നു സമ്മതിച്ച് പാകിസ്ഥാൻ സൈന്യം രംഗത്തെത്തി. യുദ്ധത്തിൽ ആയിരക്കണക്കിന് സൈനികർ ജീവൻ ബലി നൽകിയെന്നാണ് പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീറിന്റെ പ്രസ്താവന വന്നത്. റാവൽപിണ്ടിയിൽ പാകിസ്ഥാൻ പ്രതിരോധ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന പരിപാടിയിലാണ് പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീറിന്റെ ഏറ്റുപറച്ചിൽ. 1948, 1965, 1971, 1999 വർഷങ്ങളിൽ ഇന്ത്യയുമായുള്ള ഏറ്റുമുട്ടലിൽ പാകിസ്ഥാനു വേണ്ടി ആയിരക്കണക്കിന് സൈനികർ ജീവൻ നൽകിയെന്ന് ജനറൽ പറഞ്ഞു. ആദ്യമായാണ് യുദ്ധത്തിൽ നേരിട്ട് പങ്കുള്ളതായി പാക് സൈന്യത്തിൽ നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണമുണ്ടാകുന്നത്. 1999 കാർഗിൽ യുദ്ധത്തിനു പിന്നിൽ കശ്മീരിലെ സായുധ സംഘമായ മുജാഹിദീനുകളാണെന്നാണ് പാകിസ്ഥാൻ ഇതുവരെ പറഞ്ഞിരുന്നത്.
യുദ്ധത്തിന്റെ 25ാം വാർഷികത്തിലാണ് പാക് സൈന്യത്തിന്റെ ഏറ്റുപറച്ചിലെന്നത് ശ്രദ്ധേയം. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഓണം ഇങ്ങ് അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. മൈജി ഓണം മാസ് ഓണം സീസൺ 2 വിജയികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ 4 വിജയികളെയാണ് കോഴിക്കോട് പൊറ്റമ്മൽ മൈജി കംപ്ലീറ്റ് ഹോം ബസാറിൽ നടന്ന നറുക്കെടുപ്പിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. ഈരാറ്റുപേട്ട മൈജി ഫ്യൂച്ചറിലെ ഉപഭോക്താവ് കൃഷ്ണ എസിന് ലക്ഷാധിപതിയെ തെരഞ്ഞെടുത്തു. അസ്മി, ജസ്ന, ഫാസിൽ എന്നിവർക്ക് സ്കൂട്ടർ സമ്മാനമായി ലഭിച്ചു. സ്റ്റാർ റിസോർട്ട് വെക്കേഷൻ ഇന്റർനാഷണൽ ട്രിപ്പ് വിജയികളെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഓഗസ്റ്റ് 17 ആരംഭിച്ച മൈജി ഓണം മാസ് ഓണം സീസൺ 2 സെപ്റ്റംബർ 30 വരെ തുടരും. KSRTCയും വിവോയും സംയുക്തമായി തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ ഒരുക്കിയ ശീതീകരിച്ച വിശ്രമമുറി ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. KSRTCയുടെ കേരളത്തിലെ ആദ്യത്തെ ശീതീകരിച്ച വിശ്രമമുറിയാണ് തമ്പാനൂരിലേത്. വനിതാ യാത്രക്കാർക്കും കുടുംബമായി എത്തുന്ന യാത്രക്കാർക്കും വേണ്ടിയാണ് വിശ്രമ കേന്ദ്രം ഒരുക്കിയത്. KSRTC CMD പ്രമോദ് ശങ്കർ, വിവോ കേരള ബിസിനസ് ഓപ്പറേഷൻ മേധാവി പ്രസാദ്, റീറ്റെയിൽ ഹെഡ് PS സുധീർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കണം. കുടുംബസമേതം കുഞ്ഞുങ്ങളോടൊപ്പം വരുന്നവർക്കും അതിനനുയോജ്യമായ വിശ്രമ കേന്ദ്രം ആവശ്യമാണ്. അത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പല ബസ് സ്റ്റേഷനിലും ഉണ്ട് എന്ന് പറയാം. പക്ഷേ അത് പലപ്പോഴും ഉപയോഗശൂന്യമാണ്. അതിൽ വൃത്തിയും വെടിപ്പുമില്ലാതെ അത് ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിലേക്ക് മാറുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. ഇന്നിവിടെ വിവോ മൊബൈൽ കമ്പനിയുമായി ചേർന്നുകൊണ്ട് KSRTC പുതിയ ഒരു വിശ്രമ കേന്ദ്രം, ഇത് ഞാൻ മന്ത്രിയായിട്ട് വരുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലുള്ളൊരു സ്വപ്നമാണ്. ലാരിങ്സ് ചോദിക്കുന്നു 24 ന്യൂസ് അബൌട്ട് സൂപ്പർ ലീഗ് കേരള. ഡേവിഡ് ജോ. സൂപ്പർ ലീഗ് കേരളയ്ക്ക് വർണ്ണാഭമായ തുടക്കം. ബോളിവുഡ് താരം ജാക്ലിൻ ഫെർണാണ്ടസിന്റെ നൃത്തവും സ്റ്റീഫൻ ദേവസിയും ഡബ്സിയും എല്ലാം അണിനിരുന്ന സംഗീത നിശയുമൊക്കെയായി ഉദ്ഘാടന ചടങ്ങ് അങ്ങനെ പൊടി പൊടിച്ചു. ലീഗിലെ വിജയികൾക്കുള്ള ട്രോഫിയും ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. കേരളത്തിന്റെ സ്വന്തം പ്രൊഫഷണൽ ലീഗ് സൂപ്പർ ലീഗ് കേരളയ്ക്ക് കൊച്ചിയിൽ ഗ്രാൻഡ് ലോഞ്ചിങ്. പന്ത് പാർന്ന പൂരത്തിന്റെ കൊടിയേറ്റമെന്നോണം ഉദ്ഘാടന ചടങ്ങ് ആട്ടവും പാട്ടും വെടിക്കെട്ടുമൊക്കെയായ വർണ്ണശബളം. ആരാധകരെ ഇളക്കിമറിച്ച് സ്റ്റീഫൻ ദേവസി, ശിവമണി, ആട്ടം ടീമിന്റെ മ്യൂസിക് ഫ്യൂഷൻ. പിന്നാലെ എത്തി ഇലുമിനാറ്റിയുമായ റാപ്പർ ഡബ്സി. ഒടുവിൽ കാണികളെ ആവേശം കൊള്ളിച്ച് ജാക്വൽ ഫെർണാണ്ടസിന്റെ ഡാൻസ് നമ്പറുകൾ. പിന്നാലെ പൃഥ്വിരാജ് സുകുമാരൻ, ആസിഫ് അലി തുടങ്ങിയ ടീം ഉടമകൾ വേദിയിലേക്ക്. വിജയികളെ കാത്തിരിക്കുന്ന ട്രോഫി ആരാധകർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. സഹ്യന്റെ മകൻ എന്ന ആശയത്തിൽ നിന്നാണ് സഹോ എന്ന ട്രോഫി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് നിഖിൽ സോമനൊപ്പം അനിൽ വാസുദേവ്, 24. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചടങ്ങ് അല്ലേ, നമ്മുടെ ഒരു മണിക്കൂർ നേരത്തെ നമ്മുടെ കഥ പറച്ചിലും വർത്തമാനമൊക്കെ തീരാൻ പോവുകയാണ്. നാളെ നമുക്ക് വീണ്ടും കാണാൻ മുമ്പ് 2 കമന്റോട് വായിക്കാം. ഒന്ന് തോമസ് കുട്ടി കലഞ്ഞൂർ പറയാണ്, പ്രജിന് ശകലം ഗമ കൂടിയോ എന്ന സംശയം. എന്തേട്ടാ അങ്ങനെ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. അതുപോലെ നമ്മുടെ റീന സതീശൻ പറയുന്നു, എന്താണ്, ഞാൻ എപ്പോഴും തടസ്സപ്പെടുത്തുന്നു, കമൻറ്റ് വായിക്കുമ്പോൾ പ്രവിധ വായിക്കുമ്പോഴൊക്കെ ഞാൻ തടസ്സപ്പെടുത്തുന്നു. ഇന്നലെ 2 പ്രാവശ്യം ഉണ്ടായിരുന്നു, ഇന്ന് 3 പ്രാവശ്യം ഉണ്ടായെന്നൊക്കെ പറയുന്നുണ്ട്. അത് അങ്ങനെയാണോ? ഇതിപ്പോൾ എനിക്ക് നമ്മുടെയൊക്കെ ചെവിയിലൊരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ പ്രൊഡ്യൂസർ നമ്മുടെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പോൾ ഒരാൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സമയം അതിക്രമിച്ചു പോകുന്നെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് പറയണേ എന്നൊക്കെ പറയും. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നത്. ഇവിടെ JK's ക്രിയേഷൻ യുഗ്മഗാനങ്ങൾ വളരെ നന്നായിട്ടുണ്ട്, പാടി തീരുമ്പോൾ നിരാശ തോന്നാറുണ്ട്. ഓൾ ദ ബെസ്റ്റ് ടു യു ബോത്ത് എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച്. നമ്മൾ നേരത്തെ പ്രേക്ഷകരോട് പാട്ടുകൾ പറയാൻ പറഞ്ഞു, ഒരുപാട് സജഷൻസ്, നമ്മൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയധികം റെസ്പോണ്ട് ചെയ്യുന്നതിന്. അപ്പം നമ്മളിതിൽ ചില പാട്ടുകളൊക്കെ നമ്മളെ കൊണ്ട് പാടാൻ പറ്റുന്ന പാട്ടുകൾ നമ്മൾ പഠിച്ചിട്ട് പാടാം. നമുക്ക് നിർത്താനുള്ള സമയം അതിക്രമിച്ചു. അതെ, അപ്പോൾ നാളെ കാണാം വീണ്ടും ഒരുപാട് വാർത്തകളും വിശേഷങ്ങളുമായി. തൽക്കാലം എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി. ഗുഡ് നൈറ്റ്.